കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ ചോദ്യം ചെയ്യലിലാണ് വിവരങ്ങൾ ലഭിച്ചത്. 7 തവണ കഞ്ചാവ് എത്തിച്ചതായാണ് അറസ്റ്റിലായ വിദ്യാർത്ഥിയുടെ മൊഴി. ഗൂഗിൾ പേ വഴി 16,000 രൂപ കഞ്ചാവിനായി അനുരാജ് ഇടനിലക്കാർക്ക് കൈമാറിയിരുന്നു. 6 മാസങ്ങൾക്ക് മുൻപാണ് ഇവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങാൻ തുടങ്ങിയതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഇന്നലെ അറസ്റ്റിലായ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അനുരാജിൽ നിന്നാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത്. ആഷിഖ്, ഷാലിഖ് എന്നിവർക്കാണ് കഞ്ചാവ് വാങ്ങിയതിന്റെ പണം കൈമാറിയത്. എന്നാൽ ആർക്കൊക്കെ പണം നൽകി, ആകെ എത്ര രൂപ പിരിച്ചു എന്നീ ചോദ്യങ്ങൾക്ക് അനുരാജ് മറുപടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. നിലവിൽ പോലീസ് ഹോസ്റ്റലിൽ നിന്നും കണ്ടെത്തിയ 2 കിലോ കഞ്ചാവ് അടക്കം 4 കിലോ കഞ്ചാവ് അനുരാജിന് കൈമാറിയിട്ടുണ്ടെന്നാണ് ആഷിഖും ഷാലിഖും മൊഴി നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള 2 കിലോ കഞ്ചാവിന് വേണ്ടിയും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. അതേസമയം ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ആഷിഖും ഷാലിഖുമാണ് ലഹരി എത്തിച്ചിരുന്നത്. ഇരുവരും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതേസമയം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ മാത്രമല്ല ലഹരി വിപണനം നടന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതിനാൽ സമീപത്തെ മറ്റ് കോളേജ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണവും പരിശോധനയും തുടങ്ങിയിട്ടുണ്ട്. UPI ഇടപാടായി പണം കൈമാറി എന്ന മൊഴി നൽകിയതിനാൽ അനുരാജിന്റെയും അറസ്റ്റിലായ മറ്റുള്ളവരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലീസ് പരിശോധിക്കും. ഇതിൽ നിന്ന് ആരൊക്കെ പണം കൈമാറിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. ബാങ്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങിച്ചവരെയും കണ്ടെത്താനാകും. അവരിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കും. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.